ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, നമ്മളെ വേദനിപ്പിക്കുന്ന വ്യക്തികളെ ഓർക്കുന്നത് തന്നെ നമുക്ക് വേദനയാണ്. എന്നാൽ അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ഇതാ യേശുവിനെ സാക്ഷ്യം വഹിക്കുന്ന ഏക കാരണത്താൽ പിടിക്കപ്പെടുന്ന സ്തെഫാനോസിനെ നാം കാണുകയാണ്. അവർ കല്ലെറിയുകയാണ്. സ്തെഫാനോസ് ചെയ്യുന്ന എന്താണോ? 7-ാം അധ്യായം 56-ാം തിരുവചനം, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും സ്തെഫാനോസ് കണ്ടുകൊണ്ട് ഉറക്ക വിളിച്ചു പറഞ്ഞു, കല്ലേറിന്റെ അളവ് കൂടി. മരണം തീർച്ചയായി. ആ നിമിഷത്തിലും ഉള്ള ശക്തി എടുത്തുകൊണ്ട് പറഞ്ഞു, ദൈവമേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവസാന വചനമാണ്, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ. സ്തെഫാനോസ് നൽകുന്ന 3 പാഠങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തില് മറ്റുള്ളവരാൽ വേദനിപ്പിക്കപ്പെടുമ്പോൾ നാം നോക്കേണ്ടത് അവരിലേക്കല്ല, സ്വർഗത്തിലേക്കാണ്. രണ്ടാമത്, നമ്മുടെ ഹൃദയം നൊമ്പരങ്ങളും സഹനങ്ങളും ദൈവ തൃക്കരങ്ങളിലാണ് സമർപ്പിക്കേണ്ടത്. മൂന്നാമത്, അവരെ അനുഗ്രഹിച്ച് അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോഴാണ് ക്ഷമ പൂർത്തിയാവുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ വലിയ ക്ഷമയുടെ പാഠം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അമ്മ മാതാവേ, സഹനത്തിന്റെ മാതൃകയായ അമ്മേ, ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ വലിയ അനുഗ്രഹം എല്ലാവരിലും നിറയട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.